സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ കൊടുങ്കാറ്റായാണ് കേരളം നോക്കൌട്ട് ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കളിച്ച 5 മത്സരത്തിൽ 4ലും വിജയിച്ച സഞ്ജുവിന്റെ ടീം പോയിന്റ് പട്ടികയുടെ ആദ്യ സ്ഥാനങ്ങളിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ഗോവയെ പരാജയപ്പെടുത്തിയാണ് കേരളം തങ്ങളുടെ ജയഭേരി വീണ്ടും ഉച്ചത്തിൽ മുഴക്കിയത്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഗോവയ്ക്ക് പലതും നഷ്ടപ്പെടാനുള്ള കേരളത്തിന്റെ വഴിമുടക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ക്യാപ്റ്റന്റെ കാര്യത്തിൽ ഗോവ എന്ന കടമ്പയും കേരളം മറികടന്നു. മത്സരത്തിൽ ടോസ് നേടിയ കേരളം ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. മത്സരത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ സഞ്ജുവും കേരളവും തങ്ങളുടെ നയം വ്യക്തമാക്കി. വേഗത്തിൽ സ്കോർ ബോർഡ് ചലിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു കേരളത്തിന്റെ ലക്ഷ്യം. ഗോവൻ ഇന്നിംഗ്സിലെ 4ാം ഓവറിലെ അവസാന പന്തിലാണ് സഞ്ജു പുറത്താകുന്നത്. ഫെലിക്സ് അലമാവോയുടെ പന്തിൽ കശ്യപ് ബഗാലയ്ക്ക് ക്യാച്ച് നൽകിയായിരുന്നു കേരള നായകന്റെ മടക്കം. സഞ്ജുവിന്റെ വിക്കറ്റ് നേടിയതിൽ അലമാവോ എത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ടാകുമെന്ന കാര്യം സംശയമാണ്. കാരണം ഓവറിലെ ആദ്യ 5 പന്തിൽ തന്നെ സഞ്ജു ഗോവൻ താരത്തെ തല്ലിക്കരയിച്ചിരുന്നു. ഓവറിലെ ആദ്യ പന്ത് മിഡ് ഓഫിന് മുകളിലൂടെ 4ന് പറത്തിയ സഞ്ജു 2ാം പന്ത് മിഡ് വിക്കറ്റ് മുകളിലൂടെ ഗാലറിയിൽ എത്തിച്ചു. 3ാം പന്ത് ഫൈൻ ലെഗിലൂടെ ബൗണ്ടറി ലൈൻ തൊട്ടപ്പോൾ 4ാം പന്തിൽ റൺസ് ഒന്നും പറഞ്ഞില്ല. 5ാം പന്ത് ലോങ്ങോളിലൂടെ ബൗണ്ടറി കടന്നു. ആദ്യ 5 പന്തിൽ 3 4ഉം 1 6 സഹിതം 18 റൺസാണ് സഞ്ജു അടിച്ചെടുത്തത്. 206.67 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് താരത്തിന്റെ ബാറ്റിംഗ് പ്രകടനം. ഗോവൻ നിരയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 7.5 ഓവറിൽ 69 റൺസിന് 2 വിക്കറ്റ് നിലയിൽ നിൽക്കവേ മത്സരം പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ വിജയലക്ഷ്യം പുനർനിർണ്ണയിക്കുകയായിരുന്നു. വിജയുടെ നിയമത്തിലൂടെ വിജയലക്ഷ്യം 81ആയി പുനർനിർണ്ണയിക്കുകയും കേരളം 11 റൺസിന് വിജയിക്കുകയും ചെയ്തു. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.